മലയാളം ചോദ്യപരമ്പരയുടെ 10-10 രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദ്രാവിഡ ഭാഷയിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് യതുക, മോന ഇവ പാലിച്ച് ദ്രാവിഡ വൃത്തത്തിൽ മാത്രം കവിത രചിക്കുന്ന പ്രസ്ഥാനം. ശരിയായ ഉത്തരം പാട്ട് ആണ്. ചോദ്യം 2. മലയാളത്തിലെ ആദ്യ കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം റോബർട്ട് കാൽഡ്വെൽ, ഹെർമൻ ഗുണ്ടർട്ട്, ഇളംകുളം കുഞ്ഞൻപിള്ള, ഉള്ളൂർ. ശരിയായ ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ചോദ്യം 3. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക, മോന വൃത്തവിശേഷയുക്തം പാട്ട്. ഇതിൽ യതുക എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം, അനുപ്രാസം എന്നിങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരം ദ്വിതീയാക്ഷരപ്രാസം എന്നാണ്. ഈ പ്രാസം തന്നെയാണ് കേരളപ്രാസം എന്നും അറിയപ്പെടുന്നത്. പ്രശസ്തമായ ദ്വിതീയാക്ഷരപ്രാസവാദം കേരളവർമ്മ വലിയ കോയി തമ്പുരാനും AR രാജരാജവർമ്മയും ഉൾപ്പെട്ട ഈ ദ്വിതീയാക്ഷരപ്രാസവാദം ഓർക്കുന്നത് നന്നായിരിക്കും. ചോദ്യം 4. രാമായണം യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട പ്രാചീന പാട്ടുകൃതി ഏത്? ഉത്തരമായി രാമചരിതം, തിരുനിഴൽമാല, രാമകഥ പാട്ട്, അധ്യാത്മരാമായണം എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ശരിയായ ഉത്തരം രാമചരിതം എന്നതാണ്. ശ്രീരാമകവിയാണ് രാമചരിതം എഴുതിയത്. ചോദ്യം 5. തിരുവാറന്മുള അമ്പലത്തിൽ നടക്കുന്ന പ്രാർത്ഥന മുഖ്യ പ്രമേയമായ പ്രാചീന കൃതി ഏത്? രാമചരിതം, തിരുനിഴൽമാല, വൈശികതന്ത്രം, ഉണ്ണുനീലി സന്ദേശം എന്നിവയാണ് ഉത്തരങ്ങളായി നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം തിരുനിഴൽമാല എന്നതാണ്. അടുത്ത ചോദ്യം. രണ്ടാം പാട്ട് പ്രസ്ഥാനത്തിലെ പ്രമുഖ കവികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കോവളം കവികൾ, നിരണം കവികൾ, ഇടപ്പള്ളി കവികൾ, വിപ്ലവ കവികൾ. ശരിയായ ഉത്തരം നിരണം കവികൾ എന്നതാണ്. നിരണം കവികളിൽ ഉൾപ്പെടാത്തതാര് എന്നതാണ് അടുത്ത ചോദ്യം. ഉത്തരമായി ശങ്കരപ്പണിക്കർ, മാധവപ്പണിക്കർ, അയ്യപ്പപ്പണിക്കർ, രാമപ്പണിക്കർ എന്നീ പേരുകളാണ് നൽകിയിട്ടുള്ളത്. സുപരിചിതമായ ചോദ്യമാണ്. ഉത്തരം അയ്യപ്പപ്പണിക്കരാണ്. ചോദ്യം 8. നിരണം വൃത്തം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരമായി മന്ദാക്രാന്ത, നദോന്നത, ഇരട്ടിച്ച തരങ്കിണി, കേക എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ഇരട്ടിച്ച തരങ്കിണി എന്നതാണ് ഉത്തരം. തരങ്കിണി എന്ന് മാത്രം നൽകിയാലും ഉത്തരം ശരിയാണ്. നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തവും, കേക കിളിപ്പാട്ട് വൃത്തവും, മന്ദാക്രാന്ത സന്ദേശവൃത്തവുമാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അടുത്ത ചോദ്യം. തെക്കൻ പാട്ടുകളിൽ പെടാത്തത് ഏത്? രാമകഥപ്പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ള പോര്, ഉലകുട പെരുമാൾ പാട്ട്, പുത്തൂരം പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട് എന്നിവയാണ് ഉത്തരമായി കൊടുത്തിട്ടുള്ളത്. പുത്തൂരം പാട്ടുകളും പച്ചോളിപ്പാട്ടുകളും വടക്കൻ പാട്ടുകളാണ് എന്ന കാര്യം ഏവർക്കും അറിയുന്നതാണല്ലോ. മഹാഭാരത കഥ അടിസ്ഥാനമാക്കി അയ്യനിപ്പിള്ള ആശാൻ രചിച്ച ജനകീയ കാവ്യം ഏത് എന്നതാണ് ചോദ്യം. രാമകഥപ്പാട്ട്, ഭാരതം പാട്ട്, പയ്യന്നൂർ പാട്ട്, കൃഷ്ണപ്പാട്ട് എന്നിവയാണ് കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ. ശരി ഉത്തരം ഭാരതം പാട്ട് ആണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ആവശ്യമെങ്കിൽ മലയാളം janumash.blogspot.com എന്ന ബ്ലോഗ് സന്ദർശിക്കാവുന്നതാണ്. MALAYALAM JENUMASH മലയാളം janumash.blogspot.com. നന്ദി.